ഹലോ അസ്സലാമലൈക്കും. രാവിലത്തെ ഫുഡ് ഇച്ചിരി ആർഭാടാക്കി കഴിക്കണം എന്നാണ് കേട്ടോ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ കാരണവന്മാരിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ ഞാൻ എൻ്റെ അമ്മച്ചിനെയും കൂടിയും കൊടുക്കും. ആൻഡ് യു നോ വൺ തിങ്, എനിക്കാണെങ്കിൽ രാവിലെ കഞ്ഞി, ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് ശീലമുള്ളൂ കേട്ടോ. ഇമ്മ ഐറ്റംസ് ഒന്നും ഇതിൻ്റെ ഡിക്ഷണറി തന്നെ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് ഓട്സൊക്കെ കഴിക്കുന്നത്. ചേച്ചി കാര്യമായിട്ട് എന്തോ മാങ്ങ ഒക്കെ എടുത്ത് അരിയുണ്ട്. പക്ഷേ ഫസ്റ്റുള്ള മാങ്ങ ഫുൾ അരിഞ്ഞിട്ട് ചേച്ചി തിന്ന് കണ്ട് രണ്ടാമത്തെ മാങ്ങയപ്പോൾ അരിയണത് ഓട്സിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത്. എന്താ അല്ലേ, ചില വീഡിയോസിൽ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് ഓട്സൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ അമ്മോ എന്നൊക്കെ പറയാം. അതിന് മാത്രമൊന്നും ഇല്ല. രാവിലെ ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ മടിയാണെങ്കിൽ എടുത്ത് കഴിക്കാൻ മാത്രമൊക്കെ ഉള്ളൂ. ഇതുണ്ടാക്കുന്നത് എൻ്റെ റൂമിലത്തെ ചേച്ചിയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഈ തേൻ ഒഴിച്ചപ്പോൾ ചേച്ചീൻ്റെ ഒരു ഭയങ്കര നാടനായൊരു ഡയലോഗും ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് താഴെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകണം. എനിക്ക് മടിയായതുകൊണ്ട് ചേച്ചീൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. ആൻഡ് ചേച്ചീൻ്റെ നാടനായിട്ടുള്ള ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ചേച്ചീൻ്റെ ഹോം ടൗണിൽ കൊണ്ടുവന്ന തേനുണ്ടായിരുന്നു. ആൻഡ് ഇത് എഡിറ്റ് ചെയ്തപ്പോൾ ആ വോയിസ് ഓവറൊക്കെ ഉണ്ട് പോയി. ഇതാണ്ടോ ഞങ്ങൾ ഹോസ്റ്റലിന് പുറത്തൊക്കെ നോക്കുന്ന വ്യൂ. ആൻഡ് ലാസ്റ്റ് ഞങ്ങളൊരു മൂവി ഡേറ്റൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്ത്. കാരണം നമുക്കൊന്നും മൂവി കാണാൻ ആരും ഇല്ലടെ. അപ്പോൾ കേടാ ബൈ.